മന്ത്രി ആവർത്തിച്ച് ഒരു കട്ടിങ്ങും ഇല്ലെന്ന് പറയാം. 502 കോടി രൂപയുടെ ST പദ്ധതികൾ 390 കോടിയായിട്ട് വെട്ടിച്ചുരുക്കി. 111 കോടി നിങ്ങൾ വെട്ടിക്കളഞ്ഞു. SC ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് 1370 കോടി രൂപയുള്ള പദ്ധതിയുടെ 450 കോടി വെട്ടിച്ചുരുക്കി. ഇത് ഞങ്ങൾ ഈ സഭയിൽ കൊണ്ടുവരണ്ടേ സാർ? എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല. റോഡ് ഉണ്ടാക്കുന്നില്ലേ? റോഡിൽ എല്ലാവരും പോകുന്നില്ലേ? പട്ടികജാതിക്കാർ പോകുന്നില്ലേ? ആശുപത്രി ഉണ്ടാക്കുന്നില്ലേ? ആശുപത്രിയിൽ പട്ടികജാതിക്കാർ പോകുന്നില്ലേ? സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട്, സ്കൂളിൽ പട്ടികജാതിക്കാർ പോകുന്നില്ലേ? ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ആണ്. യു ഹാവ് ടു പ്രൊവൈഡ് 10% അലോക്കേഷൻ ഫോർ ദ SC കമ്മ്യൂണിറ്റി ആൻഡ് 2% ഫോർ ദ ST കമ്മ്യൂണിറ്റി. ഹൗസിംഗ് സ്കീം ഫോർ ദ ഹോംലെസ് STs അണ്ടർ ലൈഫ് മിഷൻ എത്രയാണെന്നറിയാം? 140 കോടി രൂപയാണ്. ഈ 140 കോടി രൂപയുടെ എക്സ്പെൻഡിച്ചർ എത്രയാണെന്നറിയാം? വട്ടപൂജ്യം. 1 രൂപ ചെലവാക്കിയിട്ടില്ല. 1 രൂപ. നിങ്ങളുടെ ഡോക്യുമെന്റാണ്, ഗവൺമെന്റ് ഡോക്യുമെന്റാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, സാമൂഹ്യ നിലവാരം എന്നിവ മെച്ചപ്പെടുത്താനുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് വാത്സല്യനിധി. 10 കോടി രൂപയായിരുന്നു ഇതിന്റെ ബജറ്റ് വിഹിതം. 1 രൂപ പോലും കൊടുക്കേണ്ടെന്നാണ് പുതിയ തീരുമാനം. വാത്സല്യ നിധിയോട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കാണിച്ച വാത്സല്യമാണ്. എല്ലാ മാസവും കൊടുത്തിരുന്ന ഹോസ്റ്റൽ ഫീസും ഗ്രാൻസും നിങ്ങൾ 1 വർഷത്തിലാക്കി. ആ 1 വർഷത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. എത്ര പേര് പഠനം നിർത്തി പോന്നു എന്നറിയാമോ? എത്ര പേര് പ്രൊഫഷണൽ കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ ഫീസ് കൊടുക്കാത്തതിന്റെ പേരിൽ അപമാനിക്കപ്പെടുന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? എന്താ നിങ്ങളുടെ പ്രയോറിറ്റി? ഈ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസമല്ലല്ലേ? അവർ വളർന്നു വന്നിട്ടല്ലേ ഇതിന്റെ ഒരു പിന്നോക്കാവസ്ഥ മാറാൻ? അതിനു വേണ്ടിയിട്ടല്ലേ? നമ്മൾ കൊടുക്കുന്ന ഔദാര്യമാണോ അവർക്ക്? അവർ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരുന്നതിന് വേണ്ടി അങ്ങ് എന്റെ പ്രസംഗം അങ്ങനെ കൺട്രോൾ പറയുന്നതിൽ നിന്ന് പുറകോട്ട് പോയതുകൊണ്ടാണ്. ഇല്ല, ഒരു കാരണവശാലും ഇത് അനുവദിക്കില്ല. ഒരു കാരണവശാൽ അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോകണോ വേണ്ടെന്ന് അങ്ങ് തീരുമാനിക്കണം. എന്നെ തടസ്സപ്പെടുത്തി അങ്ങ് സഭ നടത്തിക്കൊണ്ടുപോയി. ഞാൻ തടസ്സപ്പെടുത്തിയില്ല. 9 മിനിറ്റിൽ മാത്രമേ വിത്തൗട്ട് എനി ഇന്റർവെൻഷൻ. അങ്ങയുടെ ഔദാര്യമല്ല. ഔദാര്യത്തിന്റെ പ്രശ്നമല്ല. ഇറ്റ് ഈസ് മൈ റൈറ്റ് ടു സ്പീക്ക് ഹിയർ. യു കനോട്ട് ഇന്റർവീൻ.